പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പകൽവേളയിൽ നമുക്ക് ദൈവസേനയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാം. ദൈവം ഇടയാക്കിയ വലിയ കൃപയോർത്ത് ഞാൻ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമുക്കറിയാം, സുവിശേഷങ്ങൾ, ബൈബിളിലെ വിശുദ്ധ വേദപുസ്തകത്തിലെ സുവിശേഷങ്ങളിലെ പുസ്തകമായ യോഹന്നാൻ്റെ സുവിശേഷം പഠിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളുടെ ഒന്നാമത്തെ അത്ഭുതമായ കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ സംഭവം ത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ സന്ദർഭത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ആ ഭാഗത്തു നിന്ന് പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ് നമുക്ക് ധ്യാനത്തിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കറിയാം, ഇതൊരു വലിയൊരു കല്യാണ വീടിൻ്റെ ഒരു അന്തരീക്ഷമാണ് അവിടെ കാണുന്നത്. യഹൂദന്മാരുടെ രീതി അനുസരിച്ച് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിൻ്റെ സകല വളർന്നു വരുമ്പോഴുള്ള എന്തൊക്കെ ഫംഗ്ഷനുകൾ ആ കുഞ്ഞിനോടനുബന്ധിച്ച് വരുന്നുണ്ടോ അതിനുവേണ്ടി ഒരു കരുതൽ ശേഖരം എന്ന നിലയിൽ അവർ വീഞ്ഞ് അവർ കരുതാറുണ്ട്. ഇവിടെ ഈ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഈ വിവാഹത്തിനു വേണ്ടി കരുതി വെച്ചിരുന്ന വീഞ്ഞാണ് തീർന്നു പോയത്. എന്നാൽ അവരുടെ കരുതലുകൾ നഷ്ടപ്പെട്ട് തീർന്നു പോയപ്പോൾ അവർ ചിന്തിച്ചതിനേക്കാൾ അപ്പുറമായ ചില പ്രതികൂലമായ സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വ്യാകുലപ്പെട്ടിരിക്കുമ്പോൾ ആ വിവാഹത്തിൻ്റെ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ വിവാഹ വിരുന്നിൽ സംബന്ധിക്കുന്ന ആർക്കും പരിഹരിക്കുവാൻ കഴിയാത്ത പ്രശ്നം കർത്താവായ യേശുക്രിസ്തു പരിഹരിച്ച ഒരു വിഷയമാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയും. ഈ കുടുംബം അനേക നാളുകളായി കരുതി വെച്ചിരുന്ന കരുതലാണ് നഷ്ടപ്പെട്ടു പോയത്. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നമ്മൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും കായിക ബലം കൊണ്ടും നമ്മൾ പലതും കരുതി വയ്ക്കാറുണ്ട്. പലതും നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ചിന്തിച്ചു കൂട്ടാറുണ്ട്. നമ്മളെക്കുറിച്ചും നമ്മുടെ മക്കളെക്കുറിച്ചും നമ്മുടെ കുടുംബത്തെക്കുറിച്ചും നമ്മുടെ ഭാവിയെക്കുറിച്ചും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നവരാണ്. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ കരുതി വയ്ക്കാറുണ്ട്. എന്നാൽ ഈ കരുതലുകളൊക്കെ നമ്മുടെ ആവശ്യഘട്ടം വരുമ്പോൾ എത്രമാത്രം നമുക്ക് പ്രയോജനപ്പെടുമെന്ന് നിങ്ങൾ ആരെങ്കിലും ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? അതിനൊരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ വായിച്ച ഈ വേദഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എല്ലാവരെയും വിളിച്ചുകൂട്ടി കരുതി വെച്ചത് വിളമ്പുവാൻ ശ്രമിക്കുമ്പോൾ ആ കരുതി വെച്ചത് ഒറ്റ നിമിഷം കൊണ്ട് തീർന്നുപോയ സാഹചര്യം. അതെ, മനുഷ്യരായ നമ്മളുടെ കരുതലിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ എത്രയൊക്കെ കരുതി വെച്ചാലും ചില സമയം വരുമ്പോൾ, ചില സന്ദർഭം വരുമ്പോൾ ഇതൊന്നും നമുക്ക് തൃപ്തിയായി തീരുകയില്ല. അതൊന്നും നമുക്ക് ഒരു ശുഭകരമായി തീരുകയില്ല. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് എങ്ങനെയാണ് ഈ പ്രതികൂലങ്ങളെ അതിജീവിപ്പാൻ കഴിയുന്നത്? ഒറ്റ മാർഗമേ ഉള്ളൂ. യേശു കർത്താവിൻ്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തിലുണ്ടോ? യേശു കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിനകത്തുണ്ടോ? എല്ലാ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും യേശു കർത്താവ് പരിഹാരം നൽകുക തന്നെ ചെയ്യും. ഇവിടെ ഈ വിവാഹത്തിന് യേശുവിൻ്റെ സാന്നിധ്യത്തിനാണ് ഇവിടെ വലിയ വില. സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്റെ സന്നദ്ധയിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിനകത്തുണ്ടോ? ദൈവിക സാന്നിധ്യം നിന്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്തുണ്ടോ? ദൈവിക സാന്നിധ്യം പ്രിയ മാതാപിതാക്കന്മാരെ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലുണ്ടോ? ദൈവിക സാന്നിധ്യം നിങ്ങളുടെ ബിസിനസ് മേഖലകളിൽ, നിങ്ങളുടെ ജോലി മേഖലകളിൽ, നിങ്ങളുടെ ആത്മീക മണ്ഡലങ്ങളിൽ ഉണ്ടോ? നിങ്ങളുടെ ഏത് പ്രതികൂലങ്ങളെയും അതിജീവിപ്പാനുള്ള കൃപ ദൈവം ആ സമയത്ത് നിങ്ങൾക്ക് നൽകും. ഈ പകൽവേളയിൽ എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാനുള്ളത്, ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകണം. ദൈവത്തെക്കുറിച്ച് ധ്യാനിക്കുക, ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുക. വചനം പറയുന്നുണ്ട്, ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. മൂഢന്മാരെ പോലെ നമ്മളായി തീരരുത്. പിന്നെയോ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ആ ദൈവം എൻ്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുവാൻ വിശ്വസ്തനാണെന്നും ഹൃദയത്തിൽ വിശ്വസിച്ച് അതൊരു വാക്യമാക്കി നാം എടുത്തുകൊണ്ട് നാം പരസ്യമായി അത് പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് വലിയൊരു അത്ഭുതം നടക്കുകയാണ്. ദൈവത്തിന്റെ സാന്നിധ്യമാണ് നമുക്ക് ഇന്ന് പകൽക്കാലം വേണ്ടത്. നിങ്ങൾ കടന്നു പോകുന്ന വഴികളിൽ ദൈവ സാന്നിധ്യം ഉണ്ടാകണം.
നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവസാന്നിധ്യം ഉണ്ടാകണം. നിങ്ങൾ ആരംഭിക്കാൻ പോകുന്ന ഏത് വിഷയമാണോ ആ വിഷയത്തിനകത്ത് ദൈവസാന്നിധ്യം വേണം. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ കൂടാതെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് അനുഗ്രഹങ്ങളാണ് ലഭിക്കുന്നത്. കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനമാണ് ലഭിക്കുന്നത്. യേശു കർത്താവിൽ ഇന്ന് പകൽക്കാലം ഒന്ന് വിശ്വസിക്കുമോ? ഈ യേശു കർത്താവിന്റെ സാന്നിധ്യം നിങ്ങളിൽ ഉണ്ടാകട്ടെ. കാനാവിലെ കല്യാണ വീട്ടിൽ ഉണ്ടായ വലിയ ബുദ്ധിമുട്ട്, ആ വലിയ പോരായ്മ, ആ വലിയ കുറവ് ആരും അറിയാതെ പരിഹരിക്കുവാൻ യേശു കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് കഴിഞ്ഞെങ്കിൽ, ഈ പകൽവേളയിൽ നിങ്ങൾക്ക് വരുന്നുകൂടുന്ന സകല പ്രതികൂലങ്ങളും ആരും അറിയാതെ ദൈവം പരിഹരിച്ചു നൽകാൻ പോകുകയാ. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ആരോടും പറയുവാൻ കഴിയാതെ നിങ്ങൾ കൊണ്ടു നടക്കുന്ന വേദനാജനകമായ ചില വിഷയങ്ങളിൽ മേൽ ചെവി അറിയാതെ, ആരും അറിയാതെ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പരിഹരിച്ചു നൽകാൻ പോകുകയാ. വിശ്വസിക്കുമോ? നിങ്ങൾ ഈ ദൂതം ഏറ്റെടുക്കുമോ? എന്റെ ദൈവത്തിന് അസാധ്യമായിട്ടുള്ളതൊന്നുമില്ല. ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. വൻമലയായി പർവ്വതമായി നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുന്ന പ്രതികൂലങ്ങളെ മാറ്റിക്കളയുവാൻ എന്റെ ദൈവത്തിന് സാധിക്കുമെന്ന് ഈ പകൽവേളയിൽ ഞാൻ നിങ്ങളെ വിളിച്ചു പറയുക. വാത്സല്യ സഹോദരങ്ങളെ, ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ കുടുംബത്തിലുണ്ടോ? ദൈവ സാന്നിധ്യം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? നിങ്ങൾ എന്തിന് വിശ്വസിക്കുന്നു എന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ നിങ്ങളുടെ വിശ്വാസം യേശുവിലാണോ? ആ വിശ്വാസം മുറുകെ പിടിച്ചുകൊള്ളുക. യേശു കർത്താവ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും. നിങ്ങളുടെ രോഗങ്ങളിൽ മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. നിങ്ങളുടെ കടഭാരത്തിന്മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. നിങ്ങളുടെ നീറുന്ന വിഷയത്തിന്മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. നിങ്ങളുടെ തകർച്ചയിൽ ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. നിങ്ങളുടെ പോരായ്മയിൽ ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. നിങ്ങളുടെ വിഷമഘട്ടങ്ങളിൽ ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. ആകയാൽ ഇന്ന് ഈ പകൽവേളയിൽ വചനം ശ്രദ്ധിക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇറങ്ങട്ടെ എന്ന് ഞാൻ ഓർപ്പിക്കുകയും ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. ആകയാൽ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവ സാന്നിധ്യത്തിൽ ഇന്ന് പകൽക്കാലം എല്ലാം ചെയ്യുക. ദൈവം നിങ്ങളുടെ പോരായ്മകൾ പരിഹരിക്കും. എല്ലാ വിഷയത്തിന്മേലും ദൈവം പ്രതികൂലങ്ങളെ മാറ്റി ദൈവം പരിഹാരം നൽകും. ഈ ദൈവത്തിൽ വിശ്വസിക്കുക. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഓർപ്പിക്കുന്നു. കർത്താവിന്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.